എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മഹാഭാഗവതത്തിന്റെ 86-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. നല്ല അച്ചടക്കവും ഒതുക്കവുമുള്ളവയാണ് ഗോകുലത്തിലെ പശുക്കൾ. അവ തിന്നങ്ങനെ മേഞ്ഞു നടന്നു. കൃഷ്ണന് 6 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിലും സമപ്രായക്കാരായ കൂട്ടുകാരെ പോലെ തന്നെ യുവാക്കളായ ഗോപന്മാർക്കും കൃഷ്ണനെ വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. അവരിൽ ചിലർ നാനാനിറങ്ങളിലുള്ള പൂക്കളും വാസനയിലകളും പറിച്ച് മനോഹരമായ വനമാല കെട്ടി കൃഷ്ണന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അതിനിടയിൽ വയോധികനല്ലെങ്കിലും ധാരാളം പഴങ്കഥ പറയാനറിയാവുന്ന ശ്രീദാമാവെന്ന യുഗസഖാവ് പറഞ്ഞു, കൃഷ്ണ, നമുക്കും പശുക്കൾക്കും വഴിതെറ്റിയിരിക്കുന്നു. നിന്റെ ഓടക്കുഴലൊന്നൂതി അവയെ വിളിക്കൂ. അവയപ്പോ കാളിയന്റെ കടവിലെത്തും. കാളിയന്റെ കടവോ? എന്താണത്? പറയൂ. കേട്ടിട്ടില്ലേ? കുറെ കാലം മുമ്പ് കാളിയൻ എന്നു പേരായ വിഷം തുപ്പുന്ന 100 പടമുള്ള ഒരു പാമ്പ് നമ്മുടെ കാളിന്തിയിൽ വന്ന് താമസമാക്കിയിട്ടുണ്ട്. വരൂ, ആ പാറപ്പുറത്ത് നിന്ന് നോക്കിയാൽ കാണാം. കരിഞ്ഞു കിടക്കുന്ന ആ കടവ് പണ്ടവിടെ ധാരാളം ആളുകൾ താമസിച്ചിരുന്നു. അത്രേ. കാളിന്തിയിലെ വെള്ളം കാളിയന്റെ വിഷം കലർന്നതാകിയാൽ കുളിക്കാനും കുടിക്കാനും പറ്റാതായപ്പോൾ സകലരും നാട് വിട്ടു പോയി. സ്ഥലം വിജനമായി. പുഴക്കരയിലെ മരങ്ങൾ വിഷക്കാറ്റിട്ട് കരിഞ്ഞു പോയത്രേ. അതാ ഒറ്റപ്പെട്ട മരം നിറയെ ഇലകളോടുകൂടി പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അത് നീലക്കടമ്പാണ്. അതിന്റെ ഇലകൾ കൊഴിയാതിരിക്കാൻ കാരണമുണ്ട്. അതൊരു കഥയാണ്. കഥയോ? പറയൂ, കേൾക്കട്ടെ സഖാക്കളെ. വരിൻ, നമ്മുടെ ശ്രീദാമാവ് കഥ പറയുന്നു. വരൂ വരൂ, കേൾക്കാം. 1-2 പേരൊഴികെ എല്ലാവരും കഥ കേൾക്കാൻ പാറപ്പുറത്ത് വന്നിരുന്നു. പണ്ട് കശ്യപന്റെ പത്നിമാരായ വിനതയും കദ്രുവും തമ്മിൽ ഒരു പന്തയം വെച്ചു. തോറ്റവർ ജയിച്ചവരുടെ ദാസിയാകണമെന്നായിരുന്നു നിശ്ചയം. വിനത തോറ്റു, കദ്രുവിന്റെ ദാസിയായി. വിനതയുടെ മകനാണ് ഗരുഡൻ, ശ്രീഹരിയുടെ വാഹനം. കദ്രുവിന്റെ മകൻ ഭഗവാന്റെ കിടക്കയായ അനന്തനും. കദ്രുവിന്റെ മക്കളായ സർപ്പങ്ങളോട് ഗരുഡന് വലിയ കോപമായി. കാരണം കദ്രു തന്റെ അമ്മയെ ചതിക്കുകയാണ് ചെയ്തതെന്നും അവനറിയാമായിരുന്നു. അമ്മയുടെ ദാസ്യം തീർക്കാൻ ഗരുഡൻ ദേവന്മാരുടെ പക്കൽ നിന്നും അമൃത് കൊണ്ടുവന്ന് കദ്രുവിന് കൊടുത്തു. എന്നിട്ട് വിനതയുടെ ദാസ്യം ഒഴിവാക്കി. അമൃതവുമായി ഗരുഡൻ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ അല്പം വിശ്രമിക്കാനായി അതാ ആ നീലക്കടമ്പിന്റെ മുകളിൽ ചെന്നിരുന്നപ്പോൾ 2 തുള്ളി അമൃത് അതിന്മേൽ തുളുമ്പിത്തെറിച്ചത് കാരണമാണത്രേ ആ കാളിയന്റെ വിഷജ്വാല ഏറ്റിട്ടും കടമ്പ് വരം പച്ച പിടിച്ചു തന്നെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അത്ര ഉഗ്രനാണ് ഈ അമൃത് പറഞ്ഞ സാധനം. പാമ്പുകളെ കണ്ടാലുടനെ പറന്നു ചെന്ന് റാഞ്ചിക്കൊണ്ടുപോയി കൊന്നു തിന്നുക ഗരുഡന്റെ പതിവായിരുന്നു. രമണദ്വീപിലെ മഹാസർപ്പമായ കാളിയനോടും ഒരിക്കൽ ഗരുഡൻ ചെന്നെതിർത്തു. ആ മൽപ്പിടുത്തത്തിൽ ഗരുഡന്റെ ചിറകടിയേറ്റ് തളർന്നു വീണ കാളിയൻ തന്റെ പത്നിമാരോടും ബന്ധുക്കളോടും കൂടി കാളിന്തിയിൽ ഇവിടെയുള്ള കയത്തിലാണ് പിന്നീട് താമസിച്ചത്. അതിന് കാരണം ഇതാണ്. പണ്ടൊരിക്കൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സൗരഭി മഹർഷി തടഞ്ഞിട്ടും കൂട്ടാക്കാതെ അനേകം കുഞ്ഞുങ്ങളുള്ള ഒരു മത്സ്യത്തെ ഗരുഡൻ പിടിച്ച് പറന്നുയർന്നപ്പോൾ അനാഥരായ ആ ചെറുപ്രാണികളിൽ സങ്കടം തോന്നി മുനി അവനെ ഇങ്ങനെ ശപിച്ചു, നീ ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. ഇത് സത്യം സത്യം സത്യം. ഈ വസ്തുത കാലിനറിയാമായിരുന്നു. അതിനാൽ ഗരുഡ ഭയം കൂടാതെ അഗാധമായ ആ വലിയ കയത്തിൽ സുഖമായി താമസിക്കുകയായിരുന്നു. ഗരുഡൻ വരില്ലല്ലോ. അയ്യോ കൃഷ്ണ, ഒരു സഖാവ് ഓടിക്കിതച്ചു വന്നു പറഞ്ഞു, നമ്മുടെ ചുട്ടിപ്പയ്യും കുട്ടനും 2 കുമാരന്മാരും അതാ പുഴവക്കിൽ വീണു കിടക്കുന്നു. അതാ ഞാൻ പറഞ്ഞില്ലേ, ആ കയപ്രദേശത്തെ വെള്ളം കാളിയന്റെ വിഷം കലർന്നതാണ്. അവരത് കുടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ശ്രീദാമാവ് ആദ്യം ഓടി. ഒപ്പം കൃഷ്ണനും സഖാക്കളും ചെന്നു. ശ്രീദാമാവ് സങ്കടപ്പെട്ട് പറഞ്ഞു, കഷ്ടം കൃഷ്ണ, നമ്മുടെ കുമാരന്മാർ. സാരമില്ല, വ്യസനിക്കേണ്ട എന്ന് പറഞ്ഞ് സർവേശ്വരനായ കൃഷ്ണൻ ഒറ്റ നോട്ടം കൊണ്ട് അവരെ ജീവിപ്പിച്ചു. നിങ്ങളിവിടെ നിൽക്കും, ഞാനിന്ന ജനോപദ്രവിയായ പാമ്പിന്റെ കഥ കഴിക്കും. ഞാൻ ഇന്ന ആ പാമ്പിന്റെ കഥ ഞാൻ തീർക്കും. ആരുടെ? കാളിയന്തന്റെ.
അയ്യോ കൃഷ്ണ, അത് വേണ്ട, അപായം നേരിടും, വേണ്ടാത്തതിനൊന്നും പോണ്ട എന്ന് സഖാക്കൾ വിലക്കിയത് വകവയ്ക്കാതെ കൃഷ്ണൻ ഓടിച്ചെന്ന് ആ കടമ്പു മരത്തിന്മേൽ കയറി പുഴയിലേക്ക് ധിം എന്നൊരു ചാട്ടം. കയത്തിലെ വെള്ളം ഇളകി മറിഞ്ഞു. കാളിയൻ ജലോപരി ചെന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചുബാലൻ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. അവൻ കോപാകുലനായ അക്രമിയുടെ നേരെ നേർക്കെടുത്തു. കൃഷ്ണൻ മുങ്ങി മറ്റൊരിടത്ത് നിന്ന് മുങ്ങി. പാമ്പ് അങ്ങോട്ടും ചെന്നു. കൃഷ്ണനെ പിടികിട്ടിയില്ല. അങ്ങനെ ഭഗവാൻ കാളിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു തളർത്തിക്കളഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ കാളിയന്റെ ഊരത്തിപ്പിടിച്ച പടത്തിൽ ചാടി കയറി തലയ്ക്ക് ഭയങ്കരമായ ചവിട്ടാൻ തുടങ്ങി. ആ കുഞ്ഞിക്കാലുകൾ കൊണ്ടുള്ള ഓരോ ചവിട്ടും പാമ്പിന് ഓരോ മല ചെന്ന് വിടുന്നത് പോലെ തോന്നി. ആരാ ചവിട്ടുന്നത്? കൃഷ്ണനാ ചവിട്ടുന്നത്. ഒരു ചവിട്ടാണ് കൊടുത്തപ്പോ കാളിയന്റെ തല അങ്ങനെ പൊളിയണ പോലെയായി. കരയിൽ കുട്ടികൾ ആ സമയത്ത് കൃഷ്ണ എന്നുരച്ച് നിലവിളിക്കുകയാണ്. ചിലർ ഓടിപ്പോയി യശോദയെ വിവരം മറിച്ചു. വേഗം അമ്മടുത്ത് പോയിട്ട് ഏഷന് പറയാൻ പോയി. ഒട്ടി പേടിച്ചിട്ട് അയ്യോ 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 കൃഷ്ണനാ പുലിവാൽ മണിച്ചു, അയ്യോ അയ്യോ. ഗോകുലത്തിന്റെ അപാലവൃദ്ധം ജനങ്ങളും പുഴക്കരയിൽ ഓടിയെത്തി. എല്ലാവരും ഓടിയോടെ എത്തി. പെണ്ണുങ്ങൾ വാവിട്ട് കറിഞ്ഞു. പെണ്ണുങ്ങൾ പിന്നെ നിലവിളിച്ചു അങ്ങനെ തുടങ്ങിയല്ലോ. യശോദ നെഞ്ചത്തടിച്ചു വിളിച്ചു. യശോദയാണെങ്കിലോ നെഞ്ചത്തങ്ങനെ അടിച്ച് ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കാനാവാതെ നന്ദഗോപർ പുഴയിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോൾ ബലരാമൻ തടുത്തു. നന്ദഗോപറിന് സഹിക്കാൻ പറ്റില്ല. മകൻ അങ്ങനെ പോയിരിക്കല്ലേ, വേഗം നന്ദഗോപർ അവനെ രക്ഷിക്കാൻ വേണ്ടി ചാടിയാണ്. നമ്മൾ അന്തം വിട്ട് ചിലപ്പോൾ ചാടില്ലേ. ചിലപ്പോൾ ആ ടെക്നിക്കൽ നോളജ് അറിയാത്തവര് പെട്ടെന്ന് എടുത്ത് ചാടരുത്. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽപ്പെടും. ഒരാൾ വെള്ളത്തിൽ പെട്ടു പറഞ്ഞാൽ നമ്മൾ പിന്നെ അയാളെ പിന്നാലെ ചാടിക്കഴിഞ്ഞാൽ അയാളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മള് ടെക്നിക്കൽ നോളജ് വേണം അത് അവനെ പിടിച്ച് കരക്ക് കെട്ടാൻ. അതിന് നല്ല സ്വിമ്മേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അറിയാത്തവൻ കയറി ചെന്നാൽ അവനും ചാവും. പ്രത്യേകിച്ച് വെള്ളത്തിൽ മുങ്ങണ ആൾക്കാരുണ്ടല്ലോ, അവര് ആ മറ്റേ ഭയങ്കരമായി പേടിച്ചു പോകും. പേടിച്ചു പോയിട്ട് ഈ രക്ഷിക്കാൻ പോണ ആളുടെ തലയിലും കാലിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് അവനെയും പിടിച്ച് മുക്കി കൊല്ലും. രണ്ടുപേരും ചാവും. അപ്പോൾ നമ്മൾ രക്ഷിക്കാൻ പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് നന്നായിട്ട് അതിനെപ്പറ്റി വിവരമില്ലെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു പ്രത്യേകം ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു, ഒരു പോലീസുകാരന്റെ ഒരു മെസ്സേജ് കണ്ടു. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, നമ്മള് ഇപ്പൊ പണ്ട് 100 പോലീസിന്, 101 നമ്മുടെ ഇതിന് ഏതാ ഫയർഫോഴ്സ്, അങ്ങനെ പല 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 നമ്പറുണ്ട്. എല്ലാ നമ്പറും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുമോ? ഒരു സാധാരണ മനുഷ്യന് എല്ലാ നമ്പറും ഓർമ്മിച്ച് വെക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ല. അപ്പൊ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. 112 112. നിങ്ങളൊരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നില്ല. നിങ്ങളെ അവിടെ ചെന്ന് അവർ രക്ഷപ്പെടുത്തണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് 112 വിളിച്ച് പറയാം. അത് റെസ്ക്യൂ ആണ്. നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ അത് നടപ്പാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ റെസ്ക്യൂ നമ്പർ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക പേര് പറഞ്ഞു. ആ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ റെസ്ക്യൂ നമ്പറാണ്. എന്ത് ഒരു അപകടം കണ്ടാലും, ഒരു സീരിയസ് അപകടം കണ്ടാലും നിങ്ങൾ എടുത്തു ചാടി ഒന്നും വേണ്ടാത്ത ചെയ്യരുത്. അതിനുള്ള എക്സ്പേർട്സിനെ നമ്മൾ കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 112 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. അത് പോലീസ്, ഫയർഫോഴ്സ്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും, ഒരു 100 ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹെൽപ്പ്. അപ്പൊ നമ്മൾ 112 വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്ക്യൂ വരും. നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. പണ്ട് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ആശുപത്രി കൊണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആശുപത്രിയിൽ അവർ നമ്മുടെ അഡ്രസ് കൊടുക്കണം, പേര് കൊടുക്കണം, നമ്മുടെ എല്ലാം കൊടുക്കണം. പിന്നെ അവര് ഉപദ്രവിക്കും. പിന്നെ പോലീസുകാർ വിളിയായി, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയി, നിങ്ങൾ ആരാ അവിടെ പോകാൻ പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും പോകാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്ത്, നിങ്ങളാണല്ലോ അയാളെ കൊല്ലാൻ, അയാൾക്ക് ഈ ആക്സിഡന്റ് വരുത്താനുള്ള കാരണം, നിങ്ങളാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ പുതുകുന്തം പറയും. അതുകൊണ്ട് ആരും ഒരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്യാണ്ടായി. നമ്മൾ മുമ്പറത്തി കിടന്ന് മരിക്കുന്ന കണ്ടാലും നമ്മൾ ഒരു ഇതും ഹെൽപ്പും ചെയ്യില്ല. കാരണം ഈ പുലിവാലുകളെല്ലാം ഓർത്തിട്ട് ഇപ്പൊ അതുമാതിരിയുള്ള യാതൊരു പുലിവാലും ഇല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക, 112ലേക്ക് കോൾ ചെയ്യുക, ഇങ്ങനെ ഒരു സ്ഥലത്തെ ആക്സിഡന്റ് വന്നിട്ടുണ്ട് സാർ, പെട്ടെന്ന് നിങ്ങൾ അതിനെ വേണ്ട റെസ്ക്യൂ ചെയ്യണം എന്ന് പറയുക. അപ്പൊ നമ്മളെ അവർ തിരിച്ചു വിളിക്കും. എവിടെയാണ് സാധനം, എന്താ സംഭവം എന്നെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മുടെ ഫോൺ എവിടെയാണുള്ളത് ലൊക്കേഷൻ കംപ്ലീറ്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് യാതൊരു റെസ്ക്യൂ ഇല്ല. നമ്മൾ കാര്യം പറയുക, നമ്മൾ ഇന്ന കാര്യം പറയുക, ഇൻഫർമേഷൻ കൊടുക്കുക. ദാറ്റ്സ് ഓൾ മൈ വർക്ക്. നമ്മൾ പൊടാനോ പിടിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ ആസ്പത്രി ചെയ്യാനോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഉടനെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ വരും. നരേന്ദ്രമോദിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ക്ലിപ്പിൽ കണ്ടാണത്.
വീഡിയോ ക്ലിപ്പിൽ കണ്ടാണത്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. 112 100ഉം 101 ഒന്നും വിളിക്കണ്ട. അപ്പൊ നീ 112 വിളിച്ചാൽ മതി, എല്ലാവിധ ഹെൽപ്പും അതിൽ കിട്ടും. ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അത് ഏത് മറ്റേ മൊബൈൽ പ്രൊവൈഡർ ആണെങ്കിലും ഏത് മൊബൈൽ പ്രൊവൈഡർ ആണെങ്കിലും ആ നമ്പർ അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ നരേന്ദ്രമോദിയുടെ ഇതാണത്, ടെക്നോളജിയാണത്. അപ്പൊ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ കയത്തിന്റെ വെള്ളം ഓടിച്ചെന്ന് ആ കടമ്പ് മരത്തിൽ കയറി കാളിയന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കരയിൽ കുട്ടികൾ ആ സമയത്ത് കൃഷ്ണ നെഞ്ചത്തെടുത്തിൽ വിളിച്ചു. കണ്ടു നിൽക്കാനാവൻ നന്ദഗോപർ പുഴയിൽ ചാടാൻ നീങ്ങിയപ്പോൾ ബലരാമൻ തടുത്തു. വേണ്ടച്ച, കൃഷ്ണൻ ആ പാമ്പിന്റെ കഥ കഴിച്ചേ വരും, ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അച്ഛനൊന്നും ചാടണ്ട, കൃഷ്ണനാണ് അവിടെ പോയിരിക്കുന്നത്, കൃഷ്ണൻ അതിന്റെ കഥ കഴിച്ച് തിരിച്ചു വരും, ഡോണ്ട് വറി എന്ന് പറഞ്ഞു ബലരാമൻ അച്ഛനോട് പറഞ്ഞു. രണ്ട് കൈയും പരത്തിക്കൊണ്ട് ആ കൊച്ചു കൃഷ്ണന്റെ കാളിയ മർദ്ദനം കാണാൻ ആകാശത്തിൽ ദേവാദികൾ തടിച്ചുകൂടിയിരുന്നു. ചവിട്ടേറ്റ് കാളിയൻ ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. കയത്തിലെ വെള്ളം ചോര നിറമായി തീർന്നു. കാളിയന്റെ ഭക്തിമാർ പരിഭ്രാന്തരായ ജലോപരി പൊന്തി വന്ന് നോക്കിയപ്പോൾ അവരുടെ ഭർത്താവിന് സ്ഥിതി കണ്ട് മുറവിളി കൂട്ടി. അവർ കൃഷ്ണന് വെറും മനുഷ്യനല്ല, സാക്ഷാൽ വിഷ്ണുവിനെ തന്നെയായിരിക്കും എന്ന് കരുതി ഭക്തിപൂർവ്വം സ്തുതിച്ചുകൊണ്ട് അവരെ വിധവളാക്കരുതേ എന്ന് കേളപേക്ഷിച്ചു. ഭഗവാൻ അങ്ങനെ മുമ്പിൽ തന്നെ കാളിയന്റെ മുകളിൽ നിന്നിട്ട് അങ്ങനെ തുടങ്ങിയില്ലേ നൃത്തം, കാളിയ മർദ്ദനം കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ ഈ കാളിയ മർദ്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ട്. അതാണ് കാളിയ മർദ്ദനം. ആ കാളിയന്റെ തലയിൽ നിന്നങ്ങനെ കളിക്കുകയാണ്, കടാ 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 കട, ഓരോ ചവിട്ടിനും ഓരോ മല വന്ന് തലയിൽ വീണ പോലെയാണ് അവന് തോന്നുന്നത്. ആർക്ക്? കാളിയനെ. അപ്പൊ ഭാര്യമാര് പറഞ്ഞു, അയ്യോ എന്റെ ഭർത്താവിനെ കൊല്ലല്ലേ, ഞങ്ങളെ വിധവളാക്കണ്ടേ എന്ന് വിഷ്ണു ഭഗവാനെ പറഞ്ഞ തൊഴുതും കൈയോടെ എന്നിട്ട് പ്രാർത്ഥിച്ചു നിന്നു അവര്. കാളിയാണെങ്കിലോ ചോര ഛർദ്ദിച്ചിട്ട് അവിടെ മുഴുവൻ ആ വെള്ളം മുഴുവനും ചുവപ്പ് കളറായി മാറി. ഭഗവാന്റെ പാദസ്പർശമേറ്റ് കാളിന് അപ്പോഴേക്കും അഹങ്കാരമെല്ലാം നശിച്ച് തന്റെ എതിരാളി മറ്റാരുമല്ല സാക്ഷാൽ ശ്രീഹരി തന്നെ എന്ന ബോധോദയം ഉണ്ടായി കഴിഞ്ഞിരുന്നു. അപ്പൊ മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് സാക്ഷാൽ ശ്രീഹരിയാണ് എന്നെ ഇങ്ങനെ എനിക്ക് മോക്ഷം തരാൻ വന്നിരിക്കുന്നത് എന്ന് കാളിയന് മനസ്സിലായി. അങ്ങനെ കാളിയന്റെ അഹങ്കാരം അക്കിയ ശേഷം അവനോട് പഴയ വാസസ്ഥലമായ രമണദ്വീപിൽ പോയി താമസിക്കുവാൻ ആവശ്യപ്പെട്ടുകയും ഇനി മേലിൽ ഗരുഡനിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മേലിൽ നീ പേടിക്കേണ്ട, ഗരുഡൻ നല്ലൊന്നും ചെയ്യില്ല, ഞാൻ ഗരുഡനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ ശ്രീഹരി നമ്മുടെ കാളിയനോട് പറഞ്ഞു. നീ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകണം, ഇവിടുന്ന് ഇമ്മീഡിയറ്റ് സ്ഥലം വിട്ടോണം, അവിടെ പോയി സുഖമായി ജീവിച്ചോണം. കാളിയന്റെ യാത്രയച്ച കൃഷ്ണൻ തന്നെപ്പറ്റി ഉത്കണ്ഠയോടെ കരയിൽ കാത്തുനിന്നിരുന്ന അച്ഛനമ്മമാരുടെ അടുക്കലേക്ക് നീണ്ടു ചെന്നു. യശോദ ഉടുപ്പോടെ ഉണ്ണികൃഷ്ണനെ വാരിയെടുത്ത് മാറോണച്ച് ഗാഠം പുണർന്ന ശേഷം തല തോർത്തിക്കുകയും ദേഹം തുറച്ച് വൃത്തിയാക്കുകയും ചെയ്തു. ആ അമ്മയുടെ സന്തോഷം എങ്ങനെ പറഞ്ഞത് യശോദയ്ക്ക് ഭയങ്കര സന്തോഷമായി. മൂപ്പരങ്ങടെ കുട്ടിയല്ലേ നീന്തി അടിച്ചിരുന്നു. അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മ മറ്റേ നനഞ്ഞ തുണിയോടുകൂടി കെട്ടി അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെച്ച് അവനെ അങ്ങോട്ട് ഇതാക്കി. നമ്മുടെ വേഗം തലയൊക്കെ തുറത്തി കൊടുത്തു. ജലദോഷം വരും. രാശനാദിപ്പൊടിയില്ലേ അവിടെ, നല്ലോണം തലയൊക്കെ നന്നായി തുറച്ചു കൊടുത്തു കൃഷ്ണനെ. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷമായി യശോദയ്ക്ക്. ഗോപികമാർ കൃഷ്ണന് ചുറ്റും കൂടി എന്തെല്ലാം തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചതിന് കണക്ക് കഴിയുമില്ല. ഗോപവാടത്തിലെ കൃഷ്ണന്റെ കളിത്തോഴിയായ രാധ മറ്റു സജമോടുകൂടി കൃഷ്ണന്റെ ചുറ്റും നിന്ന് പാട്ടുപാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്തപ്പോൾ കൃഷ്ണന്റെ ഓഴക്കുഴലിന്റെ മനം വഹിക്കുന്ന കനാനന്ദകരമായ ഗാനാലാപം എല്ലാവരും ആനന്ദ തുന്തിലും നിലരാക്കി തീർത്തു. അപ്പൊ ഇങ്ങനെ എല്ലാവരും പാടി. ഗോപികമാർ 4 ഓളം നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ കൃഷ്ണനാണ് ഓടക്കുഴൽ എടുത്തു. പിപ്പി എന്നങ്ങോട്ട് പറഞ്ഞ ഓടക്കുഴൽ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ ഓടക്കുഴലിന്റെ നാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ നാദം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്കും. അതാണ് അത്ര മനോഹരമായ നാദമാണ് ഈ ഓടക്കുഴൽ. അല്ലെങ്കിൽ ഓടക്കുഴൽ ഭയങ്കര രസമല്ലേ കേൾക്കാൻ, എന്ത് രസമാണ്. നന്നായി വായിക്കുന്ന ആൾക്കാർ വായിക്കുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നന്നായി വായിക്കണം, പക്ഷെ അല്ലെങ്കിൽ പെപ്പനായ കൊളാവും. നന്നായി ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാർ ഫ്ലൂട്ട് വായിക്കുന്ന കേട്ടാണ്ടല്ലോ ഇരുന്ന് പോകുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് നേരം സന്ധ്യ വൈകി ഇരുട്ടായി. അതിനാൽ ആ രാത്രി അവർ ആറ്റിൻ കരയിൽ തന്നെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. പശുക്കളും അവിടെ തന്നെ ഉണ്ടല്ലോ. ആഹ്ലാദ പഠനങ്ങൾക്കിടയിലും
പതിവ് പ്രകാരമുള്ള സന്ധ്യാവന്ദനം, നാമസങ്കീർത്തനം മുതലായവ ആരും മറന്നില്ല. ആ രാത്രി അവരാരും തന്നെ വിശപ്പും ദാഹവും അറിഞ്ഞൊന്നുമില്ല. എല്ലാവരും തീരുമാനിച്ചു ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല, കാടിന് പോകാൻ വഴിയില്ല, ഇനിയിപ്പോ കാടിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയില്ല. അതുകൊണ്ട് അവിടെ തന്നെ തങ്ങാൻ എല്ലാവരും തീരുമാനിച്ചു. ആർക്കും വിഷമം ദാഹമൊന്നും ഉണ്ടായില്ല. സന്തോഷം കൊണ്ടങ്ങനെ മതിമറന്നങ്ങനെ ഇരിക്കുകയാണ്. കാരണം കാളിയനെ കൊന്ന് കൃഷ്ണൻ അങ്ങനെ കാണിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം. എന്തായി കൊച്ചു കാണിക്കണമെന്നുള്ള ആ വിചാരം അങ്ങനെ എല്ലാവർക്കുമായിട്ട് അങ്ങനെ സന്തോഷം കൊണ്ട് തിമിർത്തി കണ്ടിരിക്കുകയാണ് ആൾക്കാര്. അങ്ങനെ അവിടെ എല്ലാവരും അന്ന് രാത്രി അവിടെ ചെന്നു. നേരം അർദ്ധരാത്രി കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഉറക്കമായപ്പോൾ ഒരിടത്ത് കാട്ടുതീ ആളിക്കത്തുന്നു. തീയിന്റെ ചൂടേറ്റ് ഗോകുലവാസികൾ ഉണർന്ന് കൃഷ്ണനെ വിളിച്ചു നിലവിളിച്ചു. അയ്യോ കൃഷ്ണ, രക്ഷിക്കണേ, തീ ഇതാ അടുത്തെടുത്തെത്തുന്നു. ഉടനെ തീയും ചൂടും കാറ്റും വെളിച്ചവുമെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന സർവേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് ആ കാട്ടുതീ മുഴുവൻ നിഷ്പ്രയാസം തന്നിലേക്ക് ആവാഹിച്ചു. അങ്ങനെ കാട്ടുതീ അപ്രത്യക്ഷമായതോടെ എല്ലാവരും ആശ്വാസത്തോടെ കിടന്നു. സൂര്യോദയത്തിന് മുമ്പ് തന്നെ എല്ലാവരും ഉണർന്നിട്ട് കുളി മുതലായവ കഴിച്ച് അവരവരുടെ വസതികളിലേക്ക് പശുക്കളെയും കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷം. കാട്ടുതീ പടർന്നപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ ആവാഹിച്ചു, ഉള്ളിലേക്ക് ആവാഹിച്ച് ആ കാട്ടുതീ കെടുത്തി. എന്നിട്ട് എല്ലാവരും പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വീട്ടിലേക്ക് പോയി. അവിടെ സുഖമായ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ 86ാമത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 87ാമത്തെ എപ്പിസോഡ് നാളെ തുടരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട്